ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ എൻ്റെ തംബ്നെയിലിൽ കണ്ടതുപോലെ ഞാൻ ഇന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ കാണാൻ പോവുകയാണ്. ഞാൻ ആദ്യം ഈ വെള്ള ഷർട്ടൊക്കെ ഇട്ട് പോകാമെന്നാണ് കരുതിയത്. എന്നിട്ട് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു എന്നെ കാണാൻ ചാർലി ചാപ്ലിനെ പോലെ ഉണ്ടെന്ന്. അത് കേട്ട് ഞാൻ ഡീമോട്ടിവേറ്റഡ് ആയി. അപ്പം ഞാൻ വേറെ രീതിയിലൊക്കെ സ്റ്റൈൽ ചെയ്യാൻ നോക്കി. ഞാൻ പിന്നെ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി ഗൈസ്. എൻ്റെ ബഡ് ഇച്ചിരി മെസ്സിയാണ്. ഞാൻ രാവിലെ ഇച്ചിരി ലേറ്റ് ആയി പോയതുകൊണ്ടാണ് ഗൈസ്. ഞാൻ പിന്നെ എന്തൊക്കെയോ പട്ടിഷമൊക്കെ കാണിക്കുന്നുണ്ട് ആസ് യൂഷ്വൽ. അതിനുശേഷം ഞാൻ ഓട്ടോ പിടിച്ച് ഞാനും നന്ദനയും പോത്തീസിലോട്ട് പോവുകയാണ്. സോ ഇന്നത്തെ ദിവസത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആദ്യത്തെ ശമ്പളം കിട്ടി. അപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന രീതിയിൽ അതെങ്ങനെ തീർക്കണം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ ഞങ്ങൾ കരുതി ആദ്യം ഷോപ്പിംഗ് നിന്ന് തുടങ്ങാം. അങ്ങനെ ഞങ്ങൾ പോത്തീസ് എത്തിച്ചേർന്നു. ദാറ്റ്സ് ആർ ജോലിക്കാരി ആദ്യ പി രാജേഷ്. അതിനുശേഷം ഞങ്ങൾ ആദ്യം ദാഹജലം വാങ്ങി അങ്ങ് പൈസ ചിലവാക്കി തുടങ്ങാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ വെള്ളത്തിൻ്റെ ഓപ്ഷൻസും നമ്മൾ നോക്കുകയാണ്, എന്ത് വാങ്ങാമെന്നും പറഞ്ഞു. അവസാനം ഏതൊരു കുപ്പി വാങ്ങിച്ചു എനിക്ക് ഓർമ്മയില്ല. അതിനുശേഷം ഞങ്ങൾ ജ്യൂസ് വാങ്ങാമെന്ന് കരുതി. വെള്ളം മാത്രം വാങ്ങണം, മോശമല്ലേ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് എല്ലാ കുപ്പിയും നോക്കിയിട്ട് അവസാനം ഞങ്ങൾ എന്ത് ചെയ്തു, 20 രൂപയുടെ മൗണ്ടൻ ഡ്യൂയുടെ കുപ്പിയാണ് ഞങ്ങൾ വാങ്ങിയത്. ഇത് രണ്ടും വാങ്ങി ഞങ്ങൾ ബില്ലിംഗ് കൗണ്ടറിൽ പോയി ബില്ലടയ്ക്കുകയാണ്. ഇത് രണ്ടും ബില്ലടച്ച് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ആ വെള്ളത്തിൻ്റെ കുപ്പി ഞങ്ങൾ കുടിച്ച് തീർത്തു. ഞങ്ങൾ ആക്ച്വലി അവിടെ നിന്ന് ബില്ലടിച്ചപ്പോൾ ആൾക്കാർ ഞങ്ങൾ ജഡ്ജ്മെൻറ്റൽ ലുക്ക് തരുന്നുണ്ടായിരുന്നു, ഒരു വെള്ളവും ജ്യൂസും വാങ്ങാനാണോ വന്നതെന്ന്. പക്ഷെ നമ്മളങ്ങ് മൈൻഡ് ചെയ്തത്, നമ്മളങ്ങനെ ആൾക്കാരെ പേടിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല അല്ലേ ഗൈസ്. അങ്ങനെ ഞങ്ങൾ പോത്തീസിനകത്ത് കയറി. ആദ്യത്തെ സാലറി അല്ലേ, അപ്പോൾ അച്ഛനും അമ്മ ഇമ്പ്രസ് ചെയ്യാനായിട്ട് ഞങ്ങൾ കരുതി അവർക്ക് ഉടുപ്പൊക്കെ വാങ്ങി അവരെ സർപ്രൈസ്ഡ് ആക്കാം. അങ്ങനെ ഞങ്ങൾ ആദ്യം അമ്മയ്ക്ക് സാരി വാങ്ങിച്ചു. ഞാനത് റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. അതിനുശേഷം നമ്മൾ അടുത്ത ലിഫ്റ്റിൽ കയറി അടുത്ത ഫ്ലോറിൽ പോയി അച്ഛനുള്ള ഷർട്ട് സെലക്ഷനാണ്. കുറേ നേരം ഞങ്ങൾ ഉള്ള നീല ഷർട്ടുകളെല്ലാം പെറുക്കിയെടുത്തു. ഈ ഷർട്ട് ഞങ്ങൾ ലാസ്റ്റ് ഫൈനലൈസ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഫ്ലോറുകൾ എല്ലാം കയറി ഇറങ്ങി. അച്ഛൻ, അമ്മ, വലിയമ്മ, എനിക്കറിയത്തില്ല, അവളുടെ കുടുംബത്തിൽ എല്ലാവർക്കും വാങ്ങി. അങ്ങനെ ഞങ്ങൾ എല്ലാവർക്കും ഉള്ളത് വാങ്ങി. പോത്തീസിൻ്റെ പ്രോഫിറ്റ് മാർജിൻ തന്നെ ഞങ്ങൾ മാറ്റി ഗൈസ്. അമ്മാതിരി ഷോപ്പിംഗ് ആയിരുന്നു. നമ്മുടെ സാലറി പകുതി അവിടെ തന്നെ തീർന്നു. അങ്ങനെ ഞങ്ങളതൊക്കെ ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് റാപ്പ് ചെയ്യിപ്പിച്ചിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും വയറിൽ നിന്ന് വിശപ്പ് വന്ന് തുടങ്ങിയപ്പോൾ ഞങ്ങൾ കരുതി ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോയി ഫുഡ് കഴിക്കാമെന്ന്. ഞങ്ങൾ ഓട്ടോയിൽ കയറി തുഴഞ്ഞ് പറന്ന് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. എന്നാൽ ഞങ്ങളുടെ മൊത്തത്തിൽ ഹാപ്പിനെസ്, ഫുഡ് എന്ന് പറഞ്ഞ സന്തോഷമല്ലേ. അങ്ങനെ ഞങ്ങൾ പോയത് കഫേ ബോബ ക്വീൻ എന്ന് പറഞ്ഞ അവിടെയാണ്. ഈ കഫേ ബെങ്ങിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനാണ് അവിടെ സെലക്ട് ചെയ്തത്. അതിന് ശേഷം ഞങ്ങളവിടെ പോയപ്പോൾ ഞങ്ങൾക്ക് മെനു തന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഉള്ളിലെ ഒറിജിനൽ സ്വഭാവം പുറത്തിറങ്ങി ഗൈസ്. എന്താ ചെയ്യുക, ആൾക്കാർ ഞങ്ങളൊരുമാതിരി നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആൾക്കാരെ പേടിച്ച് ജീവിക്കരുത്. അതിനുശേഷം ഞാനും മെനുവിലുള്ളതൊക്കെ സെലക്ട് ചെയ്ത് എനിക്ക് ആവശ്യമുള്ളത്, കാരണം ഞാൻ നല്ലൊരു പൈസ കൊടുക്കണ്ട, അപ്പോൾ നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഞങ്ങൾ ഇവിടെ നിന്ന് ഗെയിംസൊക്കെ കളിച്ചു. കുറച്ച് നേരം കളിച്ചപ്പോൾ തോക്കാറായപ്പോഴത്തേക്കും ആദ്യ പി രാജേഷ് പറഞ്ഞു, എടാ നമ്മൾ കുറേ നാൾ കഴിഞ്ഞ് മീറ്റ് ചെയ്യും, ലെറ്റ്സ് സ്പെൻഡ് ക്വാളിറ്റി ടൈം എന്ന്. തോക്കാറാവുമ്പോൾ ആസ് യൂഷ്വൽ പറയുന്ന ഡയലോഗ്. അങ്ങനെ ഞങ്ങൾ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഫുഡ് വന്നാൽ പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ പിസയും പാസ്തയും ബർഗറും എല്ലാം വെട്ടി വിഴുങ്ങി ബോബയൊക്കെ കുടിച്ച് ഞങ്ങളുടെ ലൈഫിലെ ഡ്രാമകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾ വൺസ് ഇൻ എ വൈൽ മീറ്റ് ചെയ്യുന്ന ഫ്രണ്ട്സാണ്. അപ്പം ഞങ്ങൾക്ക് മീറ്റ് ചെയ്യുമ്പോൾ കുറേ കഥകളുണ്ട് പറയാൻ. അപ്പം ഞാനും ഭയങ്കര ഈഗറിലിരുന്ന് കേൾക്കുകയായിരുന്നു. എനിക്കങ്ങനെ കുറേ ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ഡ്രാമാസൊക്കെ ഇന്ന് ഡിസ്കസ് ചെയ്ത് അവരവിടുന്ന് അടിച്ച് പുറത്താക്കാറായിരുന്ന അവസ്ഥ ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്കിത് നമുക്ക് തന്നെ അങ്ങ് ഇറങ്ങിപ്പോകാമെന്ന്. ഞങ്ങൾ ഇറങ്ങിപ്പോയി. എവിടെ പോകണമെന്ന് അറിഞ്ഞുകൂടാത്തപ്പം നമ്മൾ ട്രിവാൻഡ്രത്ത് ഇരുന്നിട്ട് എവിടെ പോകണമെന്ന് അറിഞ്ഞുകൂടെങ്കിൽ എവിടെയാണ് പോകാറ്? യെസ്, മ്യൂസിയം. നമ്മൾ നേരെ ഓട്ടോ പിടിച്ച് അങ്ങ് മ്യൂസിയത്തിൽ പോകാമെന്ന് കരുതി. ഞങ്ങളങ്ങനെ ഓട്ടോ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദൂരം എത്തിയപ്പോഴത്തേക്കും അതിനെ വണ്ടി നിർത്തുക എന്നും പറഞ്ഞ് മാസ് ഇറക്കി അവൾ ഇറങ്ങി ഓടുകയായിരുന്നു. ആദ്യം എനിക്ക് മനസ്സിലായില്ല. പിന്നെ നോക്കിയപ്പോൾ അവളുടെ കയ്യിൽ ഒരു ചുമല തുണി ഉണ്ടായിരുന്നു ഗൈസ്. ഇതൊരു സ്കാർഫ് പോലത്തെ സാധനമാണ്, ഇതിൻ്റെ പേരറിയത്തില്ല. ഇതാണ് ഇവളുടെ ജീവൻ്റെ ജീവൻ. ഇത് കെട്ടുമ്പോൾ അവളുടെ ഉള്ളിൽ റാണി മോടങ്ങ് പുറത്തിറങ്ങും. അങ്ങനെ ഈ സാധനം കിട്ടിയതിൻ്റെ സന്തോഷമാണ് നിങ്ങളുടെ മുഖത്ത് കാണുന്നത്. അങ്ങനെ കിരീടമൊക്കെ വെച്ച് ഞങ്ങൾ മ്യൂസിയം എത്തി. ഞങ്ങൾ കുറേ കമ്മൽ കളക്ഷൻസൊക്കെ നോക്കി. ഞങ്ങൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ ആസ് യൂഷ്വൽ ഒന്നും വാങ്ങിച്ചില്ല. ഇഷ്ടപ്പെട്ടത് നമ്മൾ വാങ്ങരുത്, നമ്മൾ ഫോഴ്സ്ഫുള്ളി ഒന്നും വാങ്ങരുത്. അതിനുശേഷം ഞങ്ങൾ പച്ചമാങ്ങയും പൈനാപ്പിളും ഒക്കെ ഉപ്പിലിട്ട് ഈ അമ്മമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങി ഇതൊക്കെ ഞങ്ങൾ എടുത്ത് ഞങ്ങൾ നേരെ മ്യൂസിയത്തിനകത്ത് എൻട്രി അടിച്ചു. നമ്മൾ അത് കഴിച്ച് ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥലം തേടിയുള്ള ഒരു നടപ്പായിരുന്നു. പിന്നെ ഞങ്ങൾ നടന്ന് പോവുകയാണ്. മ്യൂസിയത്തിൻ്റെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെ ആദ്യം ഞങ്ങളൊരു ബെഞ്ച് കയറിയിരുന്നു. കാരണം ഞങ്ങളുടെ കയ്യിൽ കുറേ ബാഗ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് നമുക്കറിയത്തില്ലായിരുന്നു. നമ്മുടെ കയ്യിൽ എല്ലാ സാധനങ്ങളും ഉണ്ടോ എന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ ആദ്യം അവിടെ ഇരുന്ന് കഴിച്ച് തീർത്തിട്ട് സാധനങ്ങളൊക്കെ കൊണ്ടൊന്ന് ചെക്ക് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ വീണ്ടും നടക്കാൻ തുടങ്ങി. കാരണം ഞങ്ങൾക്ക് ബെഞ്ച് ഇരുന്നപ്പോൾ അത്ര സുഖം പിടിച്ചില്ല. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കും ഇടയ്ക്ക് വെച്ച് തന്നെ അങ്ങ് നടന്നു പോവുകയാണ്. അവളുടെ ഇഷ്ടത്തോടെ അങ്ങ് നടന്നു പോയി. അവസാനം ഞങ്ങൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ നേരെ നടന്ന ഒരു പോച്ചയിലെത്തി. അവിടെ അങ്ങ് അവൾ ഇരുന്നു.
അവളുടെ കുടുംബസ്വത്ത് എന്ന രീതിയിൽ അവിടെ ഇരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. അവൾ ഇനി അവിടെ ഇരുന്ന സ്ഥിതിക്ക് ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം പിന്നെ ഞങ്ങൾ അവളെ ഫോളോ ചെയ്ത് അവിടെ പോയിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് കുറേ നേരം സംസാരിച്ചു ഗൈസ്. ഞങ്ങളുടെ സ്കൂളിലെ കാര്യങ്ങൾ, ഞങ്ങളുടെ കോളേജിലെ ഡ്രാമകൾ, കോളേജൊക്കെ കഴിഞ്ഞപ്പോൾ അവളുടെ വർക്ക് ലൈഫിലെ കാര്യങ്ങൾ, ഞങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ്, അങ്ങനെ കുറേ ഡിസ്കസ് ചെയ്തു. ഈ 2 പേർ എന്നെ കൊച്ചിലേ തൊട്ട് എൻ്റെ കൂടെ നടക്കുന്ന 2 ബെസ്റ്റ് ഫ്രണ്ട്സാണ്. ഇവരെൻ്റെ ബാഡ് ഫേസ് കണ്ടിട്ടുണ്ട്, എൻ്റെ ഗ്രോയിങ് സ്റ്റേജ് കണ്ടിട്ടുണ്ട്, ഞാൻ മണ്ടത്തരം കാണിച്ചത് കണ്ടിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ലൈഫിലെ എല്ലാം അറിയുന്ന വളരെ ചുരുക്കം ആൾക്കാരിൽ 2 പേരാണ് ഇവർ. എനിക്കിവർ ഭയങ്കര സ്പെഷ്യൽ ആൾക്കാരാണ്. ഞങ്ങളങ്ങനെ എപ്പോഴും മീറ്റ് ചെയ്യാറില്ല. പക്ഷെ മീറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജിയുള്ള ഫ്രണ്ട്സ് കിട്ടാൻ ഭയങ്കര പാടാണെന്ന് എനിക്കറിയാം. അപ്പം അങ്ങനെ എനിക്ക് ഇവരെ കിട്ടി. അതിൽ ഞാൻ ഭയങ്കര സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്യുന്നു. പക്ഷെ ഇതൊന്നും ഞാൻ അവരോട് പറയാറില്ല. നമ്മളൊന്നും പറയരുത് അവരോട്, അതാണല്ലോ അതിൻ്റെ ഒരു ഷെയ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറേ നേരം സംസാരിക്കുമായിരുന്നു. അങ്ങനെ ഒരു 6:30 ആയപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരുടെയും വീട്ടിൽ നിന്ന് വിളി വന്നു, ഇനിയെങ്കിലും വീട്ടിനകത്ത് കയറുമോ, പുലർച്ചെ ഇറങ്ങിപ്പോയതല്ലേ. അപ്പം ഞങ്ങൾ ഡേ ഓഫ് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരുടെയും വീട്ടിലോട്ട് പോവുകയാണ്. എല്ലാവരും ടയേർഡൊക്കെ ആയി. അങ്ങനെ നല്ലൊരു ഗുഡ് ഡേ കഴിഞ്ഞ് എൻ്റെ ചെറിയ മുഖത്ത് സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഞാൻ നന്ദനയ്ക്കും കൂടി ടാറ്റ പറഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. ദാറ്റ്സ് ഇറ്റ് ഗൈസ് ഫോർ ദിസ് വീഡിയോ. ഇഫ് യു ഡു ലൈക്ക് മൈ കോണ്ടന്റ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.